നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മുടെ ചർച്ചയുടെ വിഷയം അനിഴം നക്ഷത്ര ജാതകരുടെ ഏകദേശം 33 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ ശുക്രദശാകാല ഗുണദോഷ ഫല സാധ്യതകൾ. ഇത്തരത്തിലുള്ള ഗുണദോഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ദശാനാഥനെ സംബന്ധിച്ചാണ്. ഇതെങ്ങനെയാണൊരു അനിഴ നക്ഷത്ര ജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു അനിഴ നക്ഷത്ര ജാതനും ജനിച്ചപ്പോൾ ജനന സമയത്ത് അവരുടെ ജാതകത്തിൽ അവരുടെ ഗ്രഹനിലയിൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നുവോ പ്രതികൂല ഭാവത്തിൽ നിൽക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഈ ശുക്രദശാകാലത്തിലെ ഗുണദോഷ ഫലങ്ങൾ അനുഭവത്തിൽ വരാനിടയുള്ളത്. ഒരു അനിഴ നക്ഷത്രജാതൻ ജനിക്കുന്നത് ശനിദശയിലാണ്. ശനിദശാകാലം എന്ന് പറയുന്നത് 19 വർഷമാണ് അതിൻ്റെ ദൈർഘ്യം കാലാവധി. പക്ഷേ എല്ലാ അനിഴ നക്ഷത്രജാതർക്കും 19 വർഷം ശനിദശ കിട്ടാറില്ല. അവർ ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിലപ്പം 5 വർഷമോ 6 വർഷമോ 8 വർഷമോ 9 വർഷമോ ഒക്കെ ആയിട്ട് മാറ്റമുണ്ടാകാം. എന്നാലും നമ്മളിവിടെ ഒരു കണക്കിന് വേണ്ടിയിട്ട് ശനിദശാകാലം 19ൻ്റെ പകുതി 9 വർഷമാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ജനനം മുതൽ ഏകദേശം 9 വയസ്സ് വരെ ഒരു അനിഴ നക്ഷത്രജാതന് ശനിദശാകാലമാണ്. തുടർന്ന് 9 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ബുധദശാകാലവും 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെ കേതുർ ദശാകാലവും 33 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ശുക്രദശാകാലവുമാകുന്നു. അപ്പോൾ ശുക്രൻ 33 വയസ്സ് മുതൽ 53 വയസ്സ് വരെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശുക്രൻ എങ്ങനെയാണ് ഇതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കുക, ഗുണഫലങ്ങൾ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ, ശുക്രൻ ജാതകത്തിൽ ശുഭസ്ഥാനീയനാണെങ്കിൽ ഒരുപാട് നേട്ടം. എന്തായിരിക്കും നേട്ടങ്ങൾ? നേട്ടം പ്രധാനമായിട്ടും പറയേണ്ടത് വിവാഹിതരാകാത്തവരാണെങ്കിൽ വിവാഹം നടക്കും. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. ശുഭസ്ഥാനികനായിട്ടുള്ള ശുക്രൻ ദശാനാഥനായിട്ട് വരുമ്പോൾ വിവാഹം കഴിയാത്ത ആളുകൾക്ക് വിവാഹം തീർച്ചയായിട്ടും നടക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹാനന്തരം മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാറി താമസിക്കാൻ പറ്റും. ചിത്രപ്പണികളോടുകൂടിയുള്ള ശയനോപകരണങ്ങൾ, കട്ടിലടക്കമുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കും. സ്വസ്ഥവും സമാധാനവും സ്വന്തവുമായിട്ട് അല്ലെങ്കിൽ വാടകയ്ക്കാണെങ്കിൽ മാറി അവരവരുടെ ഒരു സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റും. വാഹനങ്ങളുടെ ലബ്ധി, പുതിയ വാഹനങ്ങൾ കരസ്ഥമാക്കാൻ പറ്റും. താൽക്കാലികമായിട്ടാണെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചാൽ അത് ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. അതുപോലെ തന്നെ സാഹിത്യം, കല, അഭിനയം, സംഗീതം, നൃത്തം, ഇത്തരം കലാ സാഹിത്യ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ, അതുവഴിയുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധത്തിൽ കൂട്ടുകുടുംബ വസ്തുതയിൽ നിന്നും മാറി താമസിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ, സ്വത്തുക്കൾ ലഭിക്കാനിടയുണ്ട്. പാരമ്പര്യമായിട്ട് ലഭിക്കുവാനുള്ള സ്വത്തുക്കളുടെ ആഗമനം ഉണ്ടാകും. വർഷങ്ങളായിട്ട് വേർപിരിഞ്ഞ് കഴിയുന്ന ദമ്പതിമാരാണെങ്കിലും അവർക്കൊരു പുനഃസമാഗമം വേണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. പ്രത്യേകിച്ച് ശുക്രനെ നമ്മുടെ ജ്യോതിഷത്തിൽ മദനകാരകൻ എന്നാണ് പറയുക. മദനകാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകികമായിട്ടുള്ള വിഷയങ്ങളെ ഗുണപ്പെടുത്തുകയോ ദോഷപ്പെടുത്തുകയോ ചെയ്യാൻ കഴിവുള്ളവൻ എന്നർത്ഥം. അപ്പോൾ ശുക്രൻ ശുഭനാകുന്ന അവസ്ഥയിൽ ലൗകികമായിട്ടുള്ള വിഷയങ്ങളിൽ ആസക്തി വർദ്ധിക്കുകയും അത്തരം കാര്യങ്ങളിൽ സംതൃപ്തി ലഭിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ദമ്പതികളെ സംബന്ധിച്ച്. അപ്പം ചുരുക്കത്തിൽ ശുഭനാകുന്ന ശുക്രൻ ഉന്നത സ്ഥാനമാന ലബ്ധി, വർദ്ധിച്ച ധനലാഭം, പട്ടുവസ്ത്രങ്ങളുടെയും രത്നങ്ങളുടെയും ഒക്കെ ഒരു ശേഖരണം, പ്രത്യേകിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ലഭ്യത, ഇത്തരത്തിൽ വളരെയേറെ ഗുണഫലങ്ങൾ. ഇനി ശുക്രൻ നീചനാണെന്ന് വിചാരിക്കുക. ചിലരുടെയൊക്കെ ജാതകത്തിൽ നമ്മൾ
ഗ്രഹദോഷ ഗുണദോഷം നോക്കുമ്പോൾ ശുക്രന് കേന്ദ്രാധിപത്യ ദോഷമുണ്ട്, ശുക്രന് പാപയോഗമുണ്ട്, ശുക്രൻ നീചനാണ് എന്നൊക്കെ എഴുതി കാണാറുണ്ട്, പറയാറുണ്ട്. അപ്പം അങ്ങനെ നീചമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ശുക്രനാണെങ്കിൽ വിവാഹ തടസ്സം ഉണ്ടാകും, അല്ലെങ്കിൽ തീരുമാനിച്ച് വിവാഹം മാറ്റിവെക്കേണ്ടതായിട്ട് വരാം, വിവാഹം മുടക്കും. ദമ്പതികളാണെങ്കിൽ പരസ്പരം ചതിക്കും വഞ്ചിക്കും, തർക്കമൊന്നും ഉണ്ടാകരുത്. ഭർത്താവാണെങ്കിൽ പരസ്ത്രീ ബന്ധം ഉണ്ടാകും, അത് കൈയോടെ പിടിക്കപ്പെടും. ഭാര്യയാണെങ്കിൽ പരപുരുഷ ബന്ധം ഉണ്ടാകും, അത് കൈയോടെ പിടിക്കപ്പെടും. അതുപോലെ തന്നെ ലൗകിക വിഷയങ്ങളോടും ആഡംബര വിഷയങ്ങളോടും മത്സ്യമാംസ ലഹരി പദാർത്ഥങ്ങളടക്കമുള്ള ഭക്ഷണപാനീയങ്ങളോടും എന്തെന്നില്ലാത്തൊരാസക്തി, അമിതമായിട്ടുള്ള ആസക്തി, ഒന്നിലധികം ലൈംഗിക പങ്കാളികളുമായിട്ടുള്ള ഇടപെടൽ, അതൊക്കെ പിടിക്കപ്പെടുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യങ്ങളല്ലാത്ത വസ്തുക്കൾ പോലും ഭക്ഷിക്കാനുള്ള ഒരു താല്പര്യം, കുളിച്ചില്ലെങ്കിൽ ഒരുങ്ങി നടക്കാനുള്ളൊരു പ്രവണത, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്ത് പറ്റും? ഇത്രയും കാര്യങ്ങൾ വരുമ്പം അതിൻ്റെതൊക്കെ പ്രത്യേകിച്ചൊരു വരുമാനമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് പറ്റും? സാഹചര്യങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നുണകൾ പറയേണ്ടി വരും. ചീട്ടുകൊട്ടാരം പോലെ ഇങ്ങനെ നുണകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അച്ഛനെ കബളിപ്പിക്കും, അമ്മയെ കബളിപ്പിക്കും, ഭാര്യയെ കബളിപ്പിക്കും, ഭർത്താവിനെ കബളിപ്പിക്കും, കൂട്ടുകാരെ കബളിപ്പിക്കും. ചുരുക്കം പറഞ്ഞാൽ പുഞ്ചിരിക്കുന്ന പൂവിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന എന്ന് പറയുന്ന ഒരവസ്ഥ. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നല്ല പറയുന്നത്, സാഹചര്യങ്ങൾ അങ്ങനെ കൊണ്ടെത്തിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഏത് പ്രതിസന്ധി വന്നാലും എവിടെ പിടിക്കപ്പെട്ടാലും അവിടെ നിന്ന് തടി കേടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കരച്ചിൽ മുതൽ ഏതു തരത്തിലുള്ള ഭാവാഭിനയവും അഭിനയിച്ച് അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ച് മറ്റുള്ളവരെ 100% വിശ്വസിപ്പിക്കും. അതായത് ഇവർ ചെയ്യുന്ന ഒരു തെറ്റ് കയ്യോടെ നമ്മൾ കണ്ടുപിടിച്ചാൽ നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിച്ചവൻ പ്രതിയാകും, ചെയ്തവൻ വാദിയാകും. ആ രീതിയിൽ അവർ പെർഫോമൻസ് നടത്തി വിജയിക്കും. ഇതുമൊക്കെ ശുക്രൻ്റെ സ്വാധീനമാണ്. കാരണം ശുക്രനെ സംബന്ധിച്ച് പറയുമ്പം അദ്ദേഹം ഒരു ഗായകനാണ്, അഭിനേതാവാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നർത്തകനാണ്. അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് ചിന്തിക്കുകയും അത് എഴുതി വയ്ക്കുകയും അത് സത്യമാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവനാണ്. ഈ സ്വഭാവങ്ങളൊക്കെ തന്നെ നീചനായ ശുക്രൻ്റെ ദശാകാലത്തിൽ ഈ അനിഴ നക്ഷത്രക്കാർക്ക് വരാം. അതുകൊണ്ട് തന്നെയാണ് ഈ നീചനായ ശുക്രൻ്റെ ദശയിലൂടെ പല അനിഴ നക്ഷത്രക്കാരും കടന്നു പോകുമ്പോൾ അവരെ മുഴുവനായിട്ട് പഠിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു ചെറിയ രീതിയിൽ പഠിക്കുന്ന പലരും ആൾ ശരിയല്ല, അവർ നുണയെ പറയൂ, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കൂ, അവരിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കരുത് എന്ന രീതിയിലേക്കൊക്കെ ഉള്ള കമൻറ്റുകൾ പറയുന്നത്. പക്ഷേ ആ കമൻറ്റുകൾ പൂർണ്ണമായും ശരിയാവണമെന്നില്ല. കാരണം അവർക്ക് ആ സാഹചര്യത്തെ നേരിടുവാൻ, ആ സാഹചര്യത്തെ അതിജീവിക്കുവാൻ അത്തരം സ്റ്റാൻഡുകൾ എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ പൊതുവെ ഭക്ഷണ പ്രിയരാണ്. ഈ ഭക്ഷണപ്രിയരാകുന്നതുകൊണ്ട് തന്നെ മാംസ വിഷയങ്ങളിലൊക്കെ ഇവർക്കൊരു താല്പര്യമുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ വളരെ ത്യാഗം സഹിക്കുന്നു എന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ ഏത് തരത്തിലുള്ള വർക്ക് ചെയ്യാനും ഏത് തരത്തിലുള്ള ജീവകാരുണ്യ സേവന പ്രവർത്തനം ചെയ്യുന്നവർക്ക് മടിയൊന്നുമില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്നതല്ല അവരുടെ കാര്യം, അതിൽ അംഗീകാരം കിട്ടണം. അപ്പം അംഗീകാരം കിട്ടാനും വേണ്ടിയിട്ടൊക്കെ, ഏത് മേഖലയിലും അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ചില വിട്ടുവീഴ്ചകൾക്കുമൊക്കെ തയ്യാറാകുന്ന സ്വഭാവക്കാർ കൂടെ ആണെങ്കിൽ, അയാളുടെ നക്ഷത്രകാരെല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ
ഈ ശുക്രദശാകാലം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് പറഞ്ഞ നാടൻ ഭാഷയെ പറഞ്ഞാൽ അറുമാദിച്ച് നടക്കാനുള്ളൊരവസരമായി മാറുമെങ്കിലും ആ സംഗതിയെല്ലാം പുറത്ത് ഇറങ്ങി ഇവരുടെ വ്യക്തിത്വം തന്നെ വളരെ വളരെ മോശമാകുന്ന അവസ്ഥയിലേക്ക് കുപ്രസിദ്ധി ആർജിക്കുവാനിടയുണ്ട്. ശുക്രൻ ബലവാനാണ്, നല്ലവനാണെങ്കിൽ, ശുക്രൻ ശുഭസ്ഥാനീയനാണെങ്കിൽ സൽകീർത്തിയും ധനലാഭവും മനസ്സമാധാനവും ദാമ്പത്യ സൗഖ്യവും നൽകുമ്പോൾ, ശുക്രൻ ബലഹീനനാണെങ്കിൽ, നീചനാണെങ്കിൽ, ദോഷകാരകനാണെങ്കിൽ കുപ്രസിദ്ധി മുതൽ സ്ത്രീലമ്പടൻ എന്നുള്ള പേര് വീഴുന്നത് പലർക്കും വീഴുന്നത് നീചനായിട്ടുള്ള ശുക്രൻ്റെ കാലത്താണ്. അല്ലെങ്കിൽ അവനൊരു പെണ്ണുപിടിയനാണെന്ന് നമ്മൾ പറയാറില്ലേ? അവനൊരു പെണ്ണുപിടിയനാണ്, അവനെ കൊള്ളത്തില്ല, അവൻ്റെ വായിനൊക്കെയാണ്, പെണ്ണെന്ന് എഴുതി വെച്ചാൽ മതി, പിന്നെ അവിടുന്ന് മാറില്ല. അങ്ങനത്തെ ഒരു ചീത്ത സംസ്കാരമുള്ളവനാണെന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വിലയിരുത്തപ്പെടേണ്ടി വരുന്നത് നീചനായിട്ടുള്ള ശുക്രൻ്റെ ദിശ നടക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവളൊരു പിഴച്ചവളാണ്, അവളെ അടുപ്പിക്കരുത്. അവൾ ഒരു പുരുഷനിലൊന്നും ഒതുങ്ങുന്നവളല്ല, അവൾ പല പുരുഷന്മാരുടെ തോളയൊക്കെ നടക്കുന്നതാണ്. ഇത് നമ്മൾ ചില സ്ത്രീകളെ കുറിച്ച് പറയാറില്ലേ? അത് ഈ പറയുന്നത് പോലെ നീചനായിട്ടുള്ള ശുക്രൻ്റെ ദശാകാലത്തിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ച് കൂടുതൽ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വ്യക്തിത്വനാശം. അവനവൻ്റെ വ്യക്തിത്വം തന്നെ വളരെ മോശമായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടാനുള്ള അവസരം അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കാനിടയുള്ളൊരു കാലഘട്ടമാണ് ശുക്രദശ. ശുക്രദശ എന്ന് പറയുന്നത് നീചനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ആ ഏതർലംഘക്കാരുമായിട്ടുള്ള എല്ലാ പ്രവർത്തനവും ശ്രദ്ധിക്കണം. ഇത് ഈ പറഞ്ഞതുപോലെ ശാരീരികമായിട്ടുള്ള ഭോഗ വിഷയത്തിൽ മാത്രമല്ല ആരോപണം വരാനിടയുള്ളത്, സാമ്പത്തിക വിഷയത്തിൽ വരാം. ഒരു സ്ത്രീയും പുരുഷനും കൂടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, അവർ തമ്മിൽ മറ്റുള്ള ബന്ധങ്ങളൊന്നുമില്ല, അവർ തമ്മിൽ ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൻ്റെയോ മറ്റെന്തിൻ്റെയോ ഒരു ഭാരവാഹിയായിട്ടിരിക്കുന്ന ഒരു അയൽക്കൂട്ടത്തിൻ്റെ ഭാരവാഹിയായിട്ടിരിക്കുന്നു വിചാരിക്കുക. അത് ഏതെങ്കിലും ഒരാളോ ഒരു സാമ്പത്തിക അട്ടിമറി നടത്തുന്നു, അവസാനം പറഞ്ഞു വരുമ്പം ഇവരുടെ രണ്ടുപേരുടെയും അവിഹിത കഥയിൽ എത്തി നിൽക്കും ആ സംഭവം. വാസ്തവത്തിൽ അതിൽ കഴിമ്പും കാര്യമൊന്നും കാണത്തില്ല. അതുപോലെ തന്നെ നീചനായിട്ടുള്ള ശുക്രനാണെങ്കിൽ കന്യകത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ പാതിവൃത്യം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. ചതിക്കപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ട്രാപ്പിലാകപ്പെടാം. തൽസ്വഭാവി എന്ന് പേര് കേൾപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും അവൻ നോക്കത്തില്ല എന്നൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കുന്ന പല പുരുഷന്മാരും അവൻ ലോക മോശക്കാരനാണെന്ന് പറയുന്ന ചില സാഹചര്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ചെന്നകപ്പെടാം. ഇതുമൊക്കെ ശുക്രൻ നീചനായാൽ ഭവിക്കാനിടയുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം. ശുക്രനെക്കുറിച്ചുള്ളതും അനിയുടെ നക്ഷത്രജാതരെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മളോട് നിർത്തുന്നു. ഇനി ശുക്രൻ പിഴച്ചാൽ എന്ത് ചെയ്യണം? ശുക്രൻ പിഴച്ചാൽ വെള്ളിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ കഴിയുന്നത്ര ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക, വിവിധ നിറങ്ങൾ കൂടിക്കലർന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ വസ്ത്രം, ചണപ്പയർ തുടങ്ങിയിട്ടുള്ളവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ശുക്രൻ പിഴച്ചാൽ വളരെ സൂക്ഷിക്കുക, പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക, പാതിവൃത്യ ഭംഗം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക, കന്യകത്വം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക, സൽസ്വഭാവി എന്നുള്ള സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാനും സ്ത്രീ ലംബടൻ എന്നുള്ളൊരു പേര് വാങ്ങിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്. ശുക്രൻ പിഴച്ചാൽ, ശുക്രൻ നീചനാണെങ്കിൽ ലൈംഗിക രോഗങ്ങൾ പ്രതീക്ഷിക്കാം, അതൊരു തർക്കവും വേണ്ട. ശുക്രൻ പിഴച്ചു നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ കൈമയാകാനും സാധിക്കുന്നതാണ്. ബാക്കി കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോയിൽ അവതരിപ്പിക്കാം. നന്ദി, നമസ്കാരം.